സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിൽ ഇരുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കയായിരുന്നു. സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി സത്യത്തിനു വേണ്ടി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഓരോ മനുഷ്യന്റെ ഹൃദയവും അന്വേഷിക്കുന്നത് ആകുന്നു. ദൈവത്തിനു വേണ്ടി തിരക്കുന്നു. അതുല്യമായ ദൈവത്തിന്റെ ശക്തിക്കു വേണ്ടിയും അവന്റെ അനുഗ്രഹത്തിനു വേണ്ടിയും മനുഷ്യന്റെ ഹൃദയം കൊതിക്കുന്നു. ദൈവം ഉണ്ട് എന്ന സത്യം എല്ലാ മനുഷ്യർക്കും അറിയാം. അവൻ സർവശക്തനാണെന്നും അവന്റെ സഹായം ആവശ്യമാണെന്നും എല്ലാ വ്യക്തികളും മനസ്സിലാക്കുന്നു. വലിയ തത്വജ്ഞാനികൾ പോലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹോസ്പിറ്റലുകളിലെ വലിയ വലിയ ഡോക്ടർമാർ പോലും, വലിയ വലിയ സർജന്മാർ പോലും താൻ ഒരു സർജറി ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ കാര്യം ഓർക്കാറുണ്ട്, ദൈവത്തെ നമസ്കരിക്കാറുണ്ട്, ദൈവത്തോടുള്ള പ്രാർത്ഥന അപേക്ഷിക്കാറുണ്ട്. എത്ര നല്ല ബുദ്ധിമാനാണെങ്കിലും, എത്ര നല്ല ജ്ഞാനമുള്ള വ്യക്തിയാണെങ്കിലും പരീക്ഷ എഴുതുന്ന സമയത്ത് ദൈവത്തോട് അപേക്ഷിക്കാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നാം എല്ലാവരും തന്നെ ദൈവമുണ്ട് എന്ന മനസ്സിൽ വിശ്വസിക്കുന്നു. അവൻ്റെ കൃപയ്ക്ക് വേണ്ടിയും അവൻ്റെ സഹായത്തിനു വേണ്ടിയും അവൻ്റെ അനുഗ്രഹത്തിനു വേണ്ടിയും അവൻ്റെ നന്മയ്ക്കു വേണ്ടിയും അവൻ്റെ ബലത്തിനു വേണ്ടിയും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ശരിയാണോ അല്ലയോ? പറയൂ. ഇവിടെ ഈ എത്യോപ്യ രാജ്ഞിയുടെ കീഴിൽ ധനകാര്യമന്ത്രിയായിരുന്ന ഈ ഷണ്ഡൻ എത്യോപ്യയിൽ നിന്ന് യെരൂശലേമിലേക്ക് ദൈവത്തെ ആരാധിക്കാനായി പോയി എന്നാണ്. ഫൈനാൻസ് മിനിസ്റ്ററിന് സമയം കാണുമെന്നാണോ? എന്താണ്? ബിസിമൻ ആയിരുന്നിട്ടും അധികാരത്തിൽ ഉള്ളവൻ ആയിരുന്നിട്ടും അവൻ യെരൂശലേമിൽ ദൈവത്തിന്റെ ആലയമുണ്ട്, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് കേട്ടിട്ട് യെരൂശലേമിലുള്ള ആലയത്തിലേക്ക് ദൈവത്തെ ആരാധിക്കാനായി വന്നുവെന്നാണ്. ഈ കാലങ്ങളിൽ എവിടെ നോക്കിയാലും ആലയങ്ങളുണ്ട്. എന്നാൽ ആ കാലത്ത് ആർക്കെങ്കിലും ആരാധിക്കണമെങ്കിൽ യെരൂശലേമിലേക്ക് വരേണ്ടിയിരുന്നു. അവിടെ മാത്രമാണ് ശലോമൻ പണിതതായ ആലയം ഉള്ളത്. അവിടെയായിരുന്നു ദൈവസാന്നിധ്യം ഉള്ളത്. ആരായാലും അവിടേക്ക് പോകേണ്ടിയിരുന്നു. എന്നാൽ ഈ കാലത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. നാം ആരും ആരാധിക്കുന്നതിനായി, നാം ദൈവത്തെ ആരാധിക്കുന്നതിനായി യെരൂശലേം ദേവാലയത്തിലേക്ക് പോകണം എന്നില്ല. എന്നാൽ ആ കാലത്ത് ദൈവത്തെ ആരാധിക്കാൻ യെരൂശലേം ദേവാലയത്തിൽ പോകണമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പ്രയാസപ്പെട്ട്, അന്ന് ഫ്ലൈറ്റും കാറുമൊന്നുമില്ലല്ലോ, പോകണമെങ്കിൽ രഥത്തിലോ കുതിരയിലോ പോകണം. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് യെരൂശലേം ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് വന്നു. അപ്പോഴേക്കും യെരൂശലേം ദേവാലയത്തിലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആചാരപ്രകാരമുള്ള കാര്യാദികളാൽ നിറഞ്ഞിരുന്നു. ദൈവത്തിന്റെ ആലയത്തിൽ അക്കാലത്ത് പരീശന്മാരുണ്ടായിരുന്നു, സദൂക്യന്മാർ ഉണ്ടായിരുന്നു, ശാസ്ത്രിമാർ ഉണ്ടായിരുന്നു. അവരവരുടെ കടമകൾ അവർ ചെയ്തിരുന്നു. അതുപോലെ പ്രവാചകന്മാരും പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. പരീശന്മാർ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? പരീശന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ പാലിക്കുന്നവരാണ്. അതുപോലെ വെള്ളവസ്ത്രം ധരിച്ച ആളുകളാകുന്നു. നോക്കുമ്പോൾ ദൂതന്മാരെ പോലെ കാണപ്പെടുമായിരുന്നു. ദൈവവചനങ്ങളെക്കുറിച്ച് നല്ല ജ്ഞാനം ഉള്ളവരായിരുന്നു. ദൈവത്തിന്റെ വചനമെല്ലാം അറിയാവുന്നവരായിരുന്നു. എന്നാൽ അവരിൽ ഉള്ളതായ ബലഹീനത എന്താണെന്ന് വെച്ചാൽ അവർ പറയുകയല്ലാതെ ചെയ്യുകയില്ലായിരുന്നു. അവർക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞ് അവർക്കത് ശീലമായി മാറി. എല്ലാവരോടും അവർ പറയും, എന്നാൽ അവർ ഹൃദയപൂർവ്വം അനുസരിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ ഭക്തി ഒരു ആചാരപ്രകാരമുള്ള ഭക്തിയായി മാറിപ്പോയി. പിന്നെ സദൂക്യന്മാർ ആരാണ്? സദൂക്യരും പരീശന്മാരും ഇവർ രണ്ടു കൂട്ടരും ഉണ്ട്. സദൂക്യരും ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണം എല്ലാം അനുസരിക്കുകയും പറയുകയും ചെയ്യുന്ന വ്യക്തികളാണ്.
എന്നാൽ ഇവർക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സദൂക്യന്മാർ അക്ഷരാർത്ഥത്തിൽ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പാലിക്കാവൂ എന്ന് പറയുന്നവർ, പരീശന്മാർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് എക്സ്ട്രാ ആചാരങ്ങളും അതുപോലെ രീതികളും ദൈവം നമ്മെ പുതിയത് പഠിപ്പിക്കും, അതും നമ്മൾ പാലിക്കണം എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, പരീശന്മാർ മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. സദൂക്യന്മാരാകട്ടെ മരണശേഷം നമുക്ക് മറ്റൊരു ജീവിതമില്ല, പുനരുദ്ധാനമില്ല എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. ഇങ്ങനെ വ്യത്യാസമുള്ള ഉപദേശങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില ദൈവദാസന്മാർക്ക് ഇങ്ങനെ വ്യത്യാസമായ ഉപദേശങ്ങളുണ്ട്. വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് തെറ്റല്ല, എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭാഗിക്കുന്നത് വളരെ തെറ്റ് ആകുന്നു. അതുകൊണ്ട് ഇവർ തങ്ങളുടെ ആചാരങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളാണ് വലിയവർ എന്ന് സദൂക്യർ പറയുന്നു, അല്ല ഞങ്ങളാണ് വലിയവർ എന്ന് പരീശന്മാർ പറയുന്നു. അതേ മനോവിചാരത്തോടുകൂടിയാണ് ആലയത്തിൽ ജോലി ചെയ്യുന്നത്. 2-3 പേർ ഒരുമനപ്പെട്ടിരിക്കുന്നിടത്ത് കർത്താവ് വരുമെന്ന് പറഞ്ഞെന്നാൽ ഇങ്ങനെ ഭേദവും ഭിന്ന അഭിപ്രായവും ഉള്ള സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യങ്ങൾ നടക്കുകയില്ല, ദൈവത്തിന്റെ സാന്നിധ്യവും കാണുകയില്ല. ശാസ്ത്രിമാരെങ്ങനെയാണ് ഇവരുടെ മധ്യത്തിൽ വന്നത്? ഇവരും പരീശന്മാരുടെ നടുവിൽ വന്ന കൂട്ടമാണ്. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ന്യായപ്രമാണത്തെ പരീശന്മാർ വായിച്ചുകൊണ്ടേയിരിക്കും, എന്നാൽ ശാസ്ത്രിമാർ അത് തിരിച്ച് എഴുതിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ വീണ്ടും വീണ്ടും എഴുതുകയാണ് അവരുടെ പണി. അന്നത്തെ കാലത്ത് ജിറോക്സ് മെഷീനൊന്നും ഇല്ലല്ലോ, എല്ലാം കൈകൾ കൊണ്ട് എഴുതണം. അത് എഴുതുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കുന്നത്. അത് വീണ്ടും എഴുതുന്നത് കൊണ്ട് ആ പഴയ പ്രതികളൊന്നും അങ്ങനെ നശിച്ചു പോകാതെ പുതിയ പ്രതികൾ ഇന്ന് നമുക്ക് ലഭ്യമാകുന്നതിൻ്റെ കാരണം അതാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവർ എഴുതുന്നുവെങ്കിലും ഇവരത് പാലിക്കുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഇവർ വീണിരിക്കുന്നു. ഒരു നിമിഷം ചിന്തിക്കൂ, നാം ഒരു പുതിയ പാട്ട് കേൾക്കുന്നതായ സമയത്ത്, അത് പഠിക്കുന്നതായ സമയത്ത് മനസ്സിരുത്തി നാം കേൾക്കും, മനസ്സിരുത്തി നാം പാടും. ഈ പാട്ടിൽ നല്ല അർത്ഥമുണ്ടെന്ന് നാം പറയാനിടയാകും. അതേ പാട്ട് തന്നെ ഒരു 100 തവണ നാം പാടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നാം ചെയ്യുന്നത്? മനസ്സിലാക്കാതെ തന്നെ നാം പാടും. എന്താണ് അതിൻ്റെ ഭാവം? അപ്പോൾ നാം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് പാടുകയില്ല. ഇന്നുള്ള ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ്. ദൈവദാസന്മാർ പറയുന്നു, അത് മനസ്സിലാക്കാതെ ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ ഹല്ലേലൂയ പറയുന്നു. അത് മാത്രമേ ഇപ്പോൾ വിശ്വാസികൾക്ക് അറിയുള്ളൂ. എല്ലാം പറഞ്ഞിട്ട് ഹല്ലേലൂയ എന്ന് പറയാൻ പറയുമ്പോൾ ഹല്ലേലൂയ പറയും. അത്ര നേരം ഇരുന്നുറങ്ങുകയായിരിക്കും. എന്തിനാണ് ഹല്ലേലൂയ പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ തന്നെ അനേകം ആളുകൾ ഹല്ലേലൂയ പറയുന്നു. ആ കാലത്ത് യെരുശലേമിലേക്ക് ഈ ക്ഷണൻ പോയതായ സമയത്ത് അവന് ഒന്നും തന്നെ മനസ്സിലായില്ല. ചിലർ അവിടെ യാഗം അർപ്പിക്കുന്നു, ചിലർ ദൈവത്തിന്റെ വചനങ്ങൾ കേട്ട് പഠിക്കുന്നു, ചിലർ കൽപ്പനകൾ കേട്ട് മനസ്സിലാക്കുന്നു. എല്ലാം കൂടി ഒരു ഭക്തിയുടെ ഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഭക്തി ഉണ്ടാകുവാൻ ഇടയായി. നാമും അതുപോലെയാണല്ലോ. ഭക്തിയുടെ ഭാവം കണ്ടാൽ എല്ലാവരും ഒരുമിച്ച് വെള്ളവസ്ത്രമൊക്കെ ധരിച്ചു നിൽക്കുകയാണെങ്കിൽ നാമും അത് കണ്ട് ചില ചാനലുകളിൽ നമുക്ക് കാണാം അങ്ങനെ ശാന്തമായി ഇരിക്കുന്നത്. നമുക്കും കുറച്ച് സമയം നോക്കുമ്പോൾ ഒരു ആത്മീയതയൊക്കെ ഉണ്ടാകാൻ ഇടയാകും. എല്ലാവരും ഇങ്ങനെ പോകുന്നത് കാണാം. ഭക്തി, അവിടെ ഇരിക്കുന്ന വ്യക്തിയുടെ മുഖത്തെ ആ പ്രസന്നത കാണുമ്പോൾ നാമും അത് കണ്ടിട്ട് നമ്മുടെ ഹൃദയത്തിലൊരു ശാന്തതയും പ്രസന്നതയും ഉണ്ടാകും. വെളിയിൽ വരുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെയാകുന്നു. എന്താകുന്നു? ആ ഭക്തിയൊക്കെ അവിടെ അകത്ത് നിൽക്കുമ്പോൾ മാത്രമാണ്. എന്നാൽ വെളിയിൽ വന്നിട്ട് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നില്ല, മാനസാന്തരം ഉണ്ടാകുന്നില്ല, അവൻ്റെ ചിന്തകളിൽ മാറ്റമുണ്ടാകുന്നില്ല. അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ വിശ്വാസം. എന്നാൽ ക്രിസ്തീയ ഭക്തിയും അല്പസ്വല്പം അങ്ങനെ ഇന്ന് മാറുന്നുണ്ട്. അന്ന് ദൈവാലയത്തിൽ അങ്ങനെയുള്ള പരിസ്ഥിതി ആയിരുന്നു. എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. ബലികൾ അർപ്പിക്കുന്നു, മുൻപോട്ട് വരുന്നു, പിൻപോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു. ചിലർ കൈകൾ കഴുകുന്നു, കൈ തുടയ്ക്കുന്നു. ഇതെല്ലാം നോക്കിയിട്ട് ഇവനൊന്നും തന്നെ മനസ്സിലായില്ല. തല കുനിക്കാൻ പറഞ്ഞപ്പോൾ തല കുനിച്ചു, തല ഉയർത്താൻ പറഞ്ഞപ്പോൾ ഉയർത്തി, കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ കൈ നീട്ടി, അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നാൽ ഒന്നും മനസ്സിലാകാതെ വരുന്ന സമയത്ത് യെശയ്യാവിൻ്റെ ഒരു പുസ്തകം വാങ്ങി. യെശയ്യാ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം. ആ കാലത്ത് ബൈബിൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ രാജാക്കന്മാർ അല്ലെങ്കിൽ ധനവാന്മാർ ആയിരിക്കണം. എന്നാൽ ഈ കാലത്ത് എല്ലാവർക്കും ബൈബിൾ വാങ്ങിക്കാൻ കഴിയും. ബൈബിൾ സൊസൈറ്റി ആളുകൾ പണം മുടക്കി 1000 രൂപ ചിലവിൽ ബൈബിൾ അടിച്ചിട്ട് അത് 100-200 രൂപയ്ക്ക് കൊടുക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അതിന് പണം മുടക്കിയത് കൊണ്ട് ബാക്കി ജനങ്ങൾക്ക് സബ്സിഡി ആയിട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ പുസ്തകം പോലും പ്രിന്റ് ചെയ്താൽ നമുക്ക് 100 രൂപയാവുന്നുണ്ട്. ഒരു 80 പേജുള്ള പുസ്തകം പ്രിന്റ് ചെയ്യുമ്പോൾ, അങ്ങനെയാണെങ്കിൽ 1000 പേജുള്ള ഒരു ബൈബിൾ പ്രിന്റ് ചെയ്യുമ്പോൾ എത്ര രൂപയാകുന്നുണ്ട്? അതെല്ലാവർക്കും ലഭിക്കത്തക്ക വേണം ദൈവം ചെയ്തു. എന്നാൽ ആ കാലത്ത് ബൈബിൾ വാങ്ങിക്കാനുള്ള അവസരം ഇല്ലായിരുന്നു. എന്നാൽ അദ്ദേഹം മന്ത്രി ആയതുകൊണ്ട്, ഫൈനാൻസ് മിനിസ്റ്റർ ആയതുകൊണ്ട്, ഇവിടേക്കായാലും ഞാൻ വന്നതല്ലേ, ഇവിടെ എനിക്ക് സംതൃപ്തിയൊന്നും കിട്ടിയില്ല. ശരി, ഇവിടെ വിശുദ്ധ വേദപുസ്തകമുണ്ടല്ലോ, ഇവിടെ യെശയ്യാവിൻ്റെ പുസ്തകമുണ്ടല്ലോ, അതുകൊണ്ട് അതിലൊന്ന് വാങ്ങിക്കൊണ്ട് പോകാം.
അങ്ങനെ അത് വാങ്ങിയിട്ട് തേരിലിരുന്ന് വായിച്ചുകൊണ്ടേ പോവുകയാണ്. എന്താണ്? യാത്ര ചെയ്യുമ്പോൾ പുസ്തകം വായിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകം എൻ്റെ കയ്യിൽ ഞാൻ വയ്ക്കും, അല്ലെങ്കിൽ വേദപുസ്തകം തുറന്ന് ഞാൻ വായിക്കും. ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത്, ബസ്സിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഞാൻ പുസ്തകം വായിക്കാറുണ്ട്. അങ്ങനെ നിങ്ങളും യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സമയത്തെ പ്രയോജനപ്പെടുത്തുക. ഇദ്ദേഹം ആ യശയ്യാവിന്റെ പുസ്തകം വായിച്ചുകൊണ്ട് തേരിൽ പോവുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ ശൂന്യമായ ഒരവസ്ഥയിലായിരുന്നു വന്നത്. തൃപ്തി ലഭിച്ചില്ല. അങ്ങനെ ശൂന്യമായി തന്നെ മടങ്ങിപ്പോകുന്നു. എൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ, കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ ഒരിക്കലും വൃഥ പറഞ്ഞയക്കുകയില്ല, ശൂന്യമായി അയക്കുകയില്ല. ദാഹത്തോട് വരുന്ന അവരെ അവൻ തൃപ്തീകരിക്കാനിടയാകും. നിങ്ങൾ യഥാർത്ഥമായ ദാഹത്തോടെ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു ദാഹത്തോടുകൂടി, ഒരു ഉദ്ദേശത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി വചനം ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദാഹത്തോടുകൂടി ഇന്ന് ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത് കേൾക്കാൻ ഒരു വിശ്വാസത്തോടുകൂടി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്നാണ് അർത്ഥം. ആ ആലയത്തിൽ ദൈവസാന്നിധ്യം ഇല്ലായിരുന്നു. അവനെങ്ങനെ നിരാശയോടെ പോയപ്പോൾ ആരത് കാണുവാനിടയായി? കർത്താവ് അത് കണ്ടു. ഹൃദയങ്ങളെ അറിയുന്നതായ കർത്താവ്, ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുന്നതായ കർത്താവ്, ആ വ്യക്തി ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് നിരാശയോടെ കടന്നു പോകുന്നു എന്ന് കണ്ടിട്ട് അത് ശ്രദ്ധിച്ച് 26-ാം വാക്യം, അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അങ്ങോട്ട് പോവുകയാണ്. കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഫിലിപ്പോസിനെ അങ്ങോട്ട് അയക്കുകയാണ്. ആ പ്രവാചകന്മാരിൽ സുവിശേഷമില്ലായിരുന്നു. ആ ദൈവദാസന്മാരിൽ സുവിശേഷമില്ലായിരുന്നു. എന്താണ്? അവിടെ മതത്തിന്റെ ചിട്ടകളും ആചാരങ്ങളും മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഫിലിപ്പോസിനെ അയക്കുവാൻ ഇടയായി. ആരാണ് ഫിലിപ്പോസ്? ആഹാരം വിളമ്പിക്കൊടുക്കുവാൻ ഏർപ്പെടുത്തിയ വ്യക്തികളിൽ ഒരാളാകുന്നു ഫിലിപ്പോസ്. സത്യസന്ധനായ മനുഷ്യൻ, ദൈവഭക്തനായ മനുഷ്യൻ. ദൈവം അവനെ തിരഞ്ഞെടുത്തവനായിരുന്നു. ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി 7 പേരെ തിരഞ്ഞെടുത്തപ്പോൾ അവന് ആത്മാക്കളെ നേടണമെന്ന ആഗ്രഹം വന്നിട്ട് ശമരിയിൽ ചെന്നിട്ട് സുവിശേഷം പറയുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് സുവിശേഷം പറയാൻ പറഞ്ഞാൽ ആഹാരം കൊടുക്കാൻ പോകാമെന്ന് പറയുന്നു. എന്താണ് സുവിശേഷം പറയാൻ പറഞ്ഞാൽ? ഓർഫനേജ് ഉണ്ടാക്കാമെന്ന് പറയുന്നു. ഓർഫനേജ് ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ ഓർഫനേജ് ഉണ്ടാക്കണം. സുവിശേഷം പറയാൻ പറഞ്ഞാൽ സുവിശേഷം പറയാനിടയാകണം. പാസ്റ്റായിട്ട് പോകാൻ പറഞ്ഞാൽ പാസ്റ്റായിട്ട് പോകണം. സുവിശേഷകനായി പോകാൻ പറഞ്ഞാൽ സുവിശേഷകനായി പോകണം. മിഷണറിയായി പോകാൻ പറഞ്ഞാൽ മിഷണറിയായിട്ട് പോകണം. ഈ ദേശത്ത് ദൈവവേല ചെയ്യാൻ പറഞ്ഞാൽ ഈ ദേശത്ത് ചെയ്യണം. ആ ദേശത്ത് ദൈവവേല ചെയ്യാൻ പറഞ്ഞാൽ അവിടെ പോയി ചെയ്യണം. അല്ലാതെ നിനക്ക് സൗകര്യമുള്ളിടത്ത് നീ ചെയ്യുന്നതല്ല. നിനക്ക് വരുമാനം കിട്ടുന്നിടത്ത്, നിനക്ക് അനുകൂലമായ സ്ഥിതിയുള്ളിടത്ത്, അതല്ല ദൈവത്തിന്റെ ഹിതം. ദൈവഹിതപ്രകാരം ആരെങ്കിലും ഈ കാലത്തുണ്ടോ എന്നത് അതിശയമുണ്ടാക്കുന്ന കാര്യമാണ്. മനുഷ്യർ തങ്ങളുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ ഇത് ദൈവഹിതമാണോ എന്ന് അന്വേഷിക്കുന്നില്ല. ഈ ഫിലിപ്പോസ് ആത്മഭാരത്താൽ നിറയപ്പെട്ട് ശമരിയിലേക്ക് പോയി. ശമരി എന്ന് പറയുമ്പോൾ യഹൂദന്മാർ അന്യജാതിക്കാരുമായി വിവാഹം കഴിച്ച് ഉണ്ടാകുന്ന ആ സന്തതികളെയാണ് ശമരിയക്കാരായിട്ട് പറയുന്നത്. ആംഗ്ലോ ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരും. അതുപോലെ അവർ പകുതി ഇംഗ്ലീഷുകാരും പകുതി ഇന്ത്യക്കാരുമാണ്. അതുപോലെ ഇവർ പകുതി ശമരിയക്കാരും പകുതി യഹൂദന്മാരുമാണ്. എന്നാൽ യഹൂദന്മാർ ശമരിയക്കാരെ അവിടെ നിന്ന് വേർതിരിക്കുവാനിടയായി. അവർ ശമരിയിലേക്ക് പോവുകയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു ശമരിയിൽ ചെന്നതായ സമയത്ത്, യഹൂദനായ നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്നതെന്ന് ശമരിയ സ്ത്രീ അതിശയിക്കുവാൻ ഇടയായി. അങ്ങനെ തള്ളപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ അടുക്കലേക്ക്, ആരും സുവിശേഷം പറയാൻ പോകാത്ത സ്ഥലത്തേക്ക് ഫിലിപ്പോസ് പോയി. യെരുശലേമിൽ ഒരുപാട് ദൈവദാസന്മാരുണ്ട്, അവിടേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. യെരുശലേമിൽ മേശമേൽ ശുശ്രൂഷിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഇതാ തള്ളപ്പെട്ട് കിടക്കുന്ന ഒരു ജനം, ആരും പരിഗണിക്കാത്ത ജനം, അവരുടെ അടുക്കലേക്ക് എനിക്ക് പോകണം. അവർ നശിച്ചു പോകുന്നു എന്ന ആത്മഭാരത്തോടുകൂടി അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ എന്താണ് നടക്കുന്നത്? നമുക്ക് വായിക്കാം 8-9 വാക്യം. എന്നാൽ ഷീമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞു ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ച് പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്നും പറഞ്ഞ് ബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവിടെ ആഭിചാരം ചെയ്യുന്ന മനുഷ്യൻ എല്ലാ ജനങ്ങളെയും എന്തു ചെയ്യുകയാണ്? ഭയപ്പെടുത്തുകയാണ്. അവൻ മന്ത്രം ചെയ്യുകയാണ്. അമ്മോ, ദൈവത്തിന്റെ മഹാശക്തി ഇവനാണ്. എന്താണ്? മന്ത്രവാദവും അത്ഭുതങ്ങളും അടയാളങ്ങളും. ഹെരോദോ പറഞ്ഞു, ഒരു അത്ഭുതം ചെയ്തു കാണിക്കൂ,
ഞാനും യേശുവിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി അടയാളങ്ങൾ ചെയ്യുന്നവനല്ല. പരീശന്മാർ പറഞ്ഞു, ഒരു അടയാളം ചെയ്ത് കാണിക്കൂ. യോഹന്നാനെ കുറിച്ചുള്ള അടയാളം അല്ല, മറ്റൊന്നും ഞാൻ ചെയ്യുകയില്ല. എന്തെങ്കിലും ഒരു അടയാളം ചെയ്ത് കാണിക്കൂ. ഈ കുടം പൊട്ടിക്കാൻ നീ അത് നേരെയാക്കൂ, അല്ലെങ്കിൽ ഒരു കുടം പൊട്ടിച്ച് കാണിക്കൂ. അത് കാണുമ്പോൾ അപ്പോൾ എന്ത് തോന്നും? ആ കുടം പൊട്ടിപ്പോയി. ആ കുടം പിന്നെ നേരെയാക്കി, നീ അത് കണ്ടു. അപ്പോൾ നിനക്ക് എന്ത് തോന്നി? നിന്റെ വിശപ്പങ്ങാരം മാറിയോ? ഇതല്ല ക്രിസ്തീയ ഭക്തി. അതാ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്, ഇപ്പൊ പരിശുദ്ധാത്മാവ് വരും നീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആടുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമെന്നാണോ? അങ്ങനെ വരുമെന്നാണോ വിചാരിക്കുന്നത്? നിങ്ങൾ ബഹളം കൂട്ടിയാൽ പരിശുദ്ധാത്മാവ് വരുമെന്ന് എവിടെയും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് വരുന്ന സമയത്ത് വരുന്നു എന്ന് ആരും നിനക്ക് അനൗൺസ്മെന്റ് ചെയ്യേണ്ടതായ കാര്യം ഇല്ല. നിനക്ക് അനുഭവിക്കാൻ കഴിയും. ആ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. മഴ പെയ്യുന്ന സമയത്ത് മഴത്തുള്ളികൾ നിന്റെ ശരീരത്തിൽ വീഴുമ്പോൾ അതാ മഴ വരുന്നുവെന്ന് ആരെങ്കിലും നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഇല്ല. മഴ പെയ്യുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയും. മഴത്തുള്ളികൾ ശരീരത്തിൽ വീഴുമ്പോൾ നിനക്കത് തിരിച്ചറിയാൻ കഴിയും. അതുപോലെയാണ് ദൈവത്തിന്റെ ശക്തിയും. എനിക്കെന്റെ ദൈവത്തെ കാണണമെന്ന് ഇയ്യോബ് പറയാനിടയായി. ഞാൻ എന്റെ ദൈവത്തെ അറിയുന്നു എന്ന് ഇയ്യോബ് പറയാനിടയായി. നോക്കൂ, ഈ കാലത്ത് എല്ലാം വാക്കുകൾ കൊണ്ടുള്ള പ്രകടനങ്ങളാണ്, എല്ലാം മ്യൂസിക്കിന്റെ പ്രകടനങ്ങളാണ്. ഓവറായിട്ട് മ്യൂസിക് ചർച്ചിൽ വായിക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖം ഉണ്ടാകാനിടയാകും. ഇന്ന് അനേകം യൗവനക്കാർ ഇങ്ങനെ നല്ല നല്ല മ്യൂസിക്കുള്ള ചർച്ചകൾ തിരഞ്ഞുപിടിച്ച് പഴയ ചർച്ച ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകുന്നവരുണ്ട്. യൗവന പ്രായത്തിന്റെ അവരുടെ ആ ചിന്തകൾ അനുസരിച്ച് അവിടെ നല്ല മ്യൂസിക് ഉണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള സഭകളിലേക്ക് പോകാനിടയാകും. അതുകൊണ്ട് മ്യൂസിക്കല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നത്. മ്യൂസിക്കല്ല മാനസാന്തരം കൊണ്ടുവരുന്നത്. അത് നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയില്ല. ആ മന്ത്രവാദിയുടെ അടുക്കിലേക്ക് പോയിട്ട് ഫിലിപ്പോസ് എന്താണ് ചെയ്തതെന്ന് നോക്കുക. അടുത്ത വചനം വായിക്കാം. എന്നാൽ ദൈവത്തിന്റെ രാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനം ഏറ്റു. ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെതായ നാമത്തെക്കുറിച്ചും ഏത് പ്രസംഗകനായാലും ശരിയാണോ അല്ലയോ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും എത്ര വാക്കുകൾ അവരുടെ പ്രസംഗങ്ങളിൽ വരുന്നുണ്ട് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഒരു തവണ പോലും പറയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ 1-2 തവണ മാത്രം പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ശരിയായ ഉപദേശം അല്ല. ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചും ഇന്ന് ദൈവദാസന്മാർ ലോകത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ദൈവമക്കളും വളരെ ആഗ്രഹത്തോടെ കേൾക്കുന്നു. ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്? ഈ ലോകത്തിൽ ദൈവം നിങ്ങൾക്ക് നല്ലൊരു വീട് നൽകും, നിങ്ങൾക്ക് കാറുകൾ നൽകും, നിങ്ങൾക്ക് അത് നൽകും. ഏത് രാജ്യമാണിത്? ഏതു രാജ്യം? ഈ രാജ്യം. ഈ രാജ്യത്ത് നിങ്ങൾ വലിയവരായിത്തീരും, ഈ രാജ്യത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് എല്ലാം ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ അത് ശരിയായ ഉപദേശം അല്ല. യേശുക്രിസ്തു പ്രസംഗിച്ച സമയത്ത്, അവൻ ഉപദേശിച്ച സമയത്ത് അവൻ സ്വർഗരാജ്യത്തെക്കുറിച്ചായിരുന്നു ഉപദേശിച്ചത്. ലോകത്തിൽ തന്നെ സ്വർഗത്തിന് പ്രസാദകരമായി എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് അവൻ പഠിപ്പിച്ചു. സ്വർഗീയ പിതാവ് സന്തോഷിക്കുന്ന വിധത്തിൽ ഭൂലോകത്തിലായിരിക്കുന്ന നമുക്ക് എങ്ങനെ അവനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും, അവന്റെ മുൻപിൽ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാണ് അവൻ ഉപദേശിച്ചത്. ഹൃദയവിശുദ്ധിയെക്കുറിച്ച് അവൻ പഠിപ്പിച്ചിരുന്നു. സ്നേഹത്തെക്കുറിച്ചാണ് അവൻ പഠിപ്പിച്ചത്. ക്ഷമയുള്ളതായ ഹൃദയത്തോടെ ആയിരിക്കുവാൻ അവൻ നമ്മെ പഠിപ്പിച്ചു. പാപത്തിന് ഇടം കൊടുക്കരുതെന്ന് അവൻ നമ്മെ പഠിപ്പിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഇത് ശാശ്വതമായ രാജ്യം അല്ല, ശാശ്വതമായ മറ്റൊരു രാജ്യം ഉണ്ട്. മരണശേഷം മറ്റൊരു ജീവിതം ഉണ്ട്. ഇന്ന് അനേകം ദേവദാസന്മാരുടെ പ്രസംഗം ശ്രദ്ധിച്ചാൽ, നിങ്ങൾ പഴയ പ്രസംഗങ്ങൾ കേട്ടാൽ നരകത്തെയും സ്വർഗത്തെയും കുറിച്ച് പ്രസംഗിക്കാതെ അവർ പ്രസംഗം അവസാനിപ്പിക്കുകയില്ലായിരുന്നു. എന്നാൽ ഈ കാലത്ത് നരകവും സ്വർഗവും എന്നുള്ള ഒറ്റ വാക്കുപോലും പറയാതെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എന്താണ് നാം ജീവിക്കുന്നതായ ജീവിതം? മനുഷ്യന്റെ ആയുസ് 70 വർഷം, ഏറിയാൽ 80 വർഷം. അത് മോശയാണ് എഴുതിയത്. അവൻ 120 വർഷം ജീവിച്ചു. ആ സങ്കീർത്തനം എഴുതിയത് മോശയാകുന്നു. ആ സങ്കീർത്തനത്തിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് മോശ എഴുതിയ സങ്കീർത്തനം എന്ന്. അത് മോശയുടെ കാലത്താണ് എഴുതിയത്. എന്നാൽ ഇന്ന് മനുഷ്യന്റെ ആയുസ് 40 വയസ്സ്. ബിപിയും ഷുഗറും ചെക്ക് ചെയ്താൽ, ഗുളിക കഴിച്ചാൽ ഒരു 50 വർഷം വരെ പോകും. ഇനിയും കുറെ നാൾ മുൻപോട്ട് പോയാൽ മനുഷ്യന്റെ ആയുസ് 20 വയസ്സ് എന്നും പറയാൻ പോകുന്നു. 20 വയസ്സ് പോലും ജീവിക്കാൻ കഴിയും. എത്രയോ യൗവനക്കാർ ഇന്ന് ആത്മഹത്യ ചെയ്ത് മരിക്കുന്നവർ ഉണ്ട്.
ടീനേജ് പ്രായത്തിലുള്ള അനേകർ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നത് എത്ര ദാരുണമാണ്. പണ്ടൊക്കെ പ്രായം ചെന്ന ആളുകളായിരുന്നു നിരാശപ്പെടുന്നത്. എന്താണ്, ഞങ്ങളെ നോക്കുവാൻ ആരുമില്ല, ഞങ്ങളെ പരിഗണിക്കാൻ ആരുമില്ല, അതുപോലെ രോഗത്താൽ ഭാരപ്പെടുന്നു എന്ന് പറഞ്ഞവർ ഒരുപാട് ക്ഷീണിക്കുമായിരുന്നുവെങ്കിലും ഈ ഡിപ്രഷന്റെ കാര്യമൊന്നും വന്നില്ലായിരുന്നു. രോഗബാധിതരായി കിടക്കാമായിരിക്കും, അല്ലെങ്കിൽ പ്രായാധിക്യത്തിൽ കിടക്കയിൽ ആയ ആൾക്കാർ ഇങ്ങനെ കിടക്കും എന്ന് പറഞ്ഞു. എന്താണ്, ഇപ്പോൾ 20 വയസ്സാകുമ്പോഴേ കിടക്കയിലാവുന്നു. എന്താണ്, 20 വയസ്സാകുമ്പോൾ തന്നെ ഡിപ്രഷൻ ഉണ്ടാകുന്നു. യൗവനക്കാരെ ഇന്ന് എന്താണ് ഭരിക്കുന്നതെന്ന് അറിയാമോ? ഒരു തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ, ഒരു തരത്തിലുള്ള വിരക്തി, നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങൾ, അവരുടെ ജീവിതത്തിൽ നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥകളാണ്. അത് മനസ്സിലാക്കിയ നാം ശ്രദ്ധ വഹിക്കണം. നോക്കൂ, മനുഷ്യന്റെ ആയുസ് ചുരുക്കമാകുന്നു. അത് ദുഃഖവും പ്രയാസവുമാകുന്നു. മനുഷ്യന്റെ ജീവിതം നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടുമാണ് കൂടുതൽ ഭാഗവും. കഷ്ടത അനുഭവിക്കണം, വേദന അനുഭവിക്കണം, ബുദ്ധിമുട്ടണം, ആഹാരം ഉണ്ടാക്കണം, കഴിക്കണം, വീട്ടിലെ പണികൾ ചെയ്യണം, വസ്ത്രം കഴുകണം. അബ്ബബ്ബോ, എന്തൊരു കഷ്ടതയാണ്. എന്താണ്, നിങ്ങൾ വസ്ത്രം കഴുകാറില്ലേ? തിങ്കളാഴ്ച കഴുകിയതല്ലേ ഉള്ളൂ, ഇതാ ഒരു കൂട്ടം വീണ്ടും ആയിരിക്കുന്നു. ചില വീടുകളിൽ ചെന്നാൽ ഇങ്ങനെ കെട്ടുകണക്കിന് തുണികൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് കാണാം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എത്ര കഷ്ടതയാണ് അവർ വീട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വസ്ത്രം കഴുകണം, പാചകം ചെയ്യണം, വീടൊക്കെ അടിച്ചു വൃത്തിയാക്കി സൂക്ഷിക്കണം. നിങ്ങൾക്കൊരിക്കലും മടുപ്പ് തോന്നുകയില്ലേ? മകളെ, നിങ്ങൾക്ക് മുഷിയത്തില്ലേ എപ്പോഴും പണി ചെയ്യാൻ? നമുക്ക് സ്വർഗത്തിൽ പോകാൻ മതി. അവിടെ അടുക്കള പണിയൊന്നുമില്ല, അവിടെ കിച്ചണില്ല, കിച്ചണുമില്ല, ടോയ്ലറ്റുമില്ല. എത്ര മനോഹരമായിരിക്കും വീട്. നോക്കൂ, ആ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എത്ര സന്തോഷമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലായിരിക്കുന്നു. നാം ഈ ലോകത്ത് യാത്രികരായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ കഷ്ടതയും ബുദ്ധിമുട്ടുമൊന്നും നിങ്ങൾ കണക്കിടേണ്ട. നമ്മുടെ ലക്ഷ്യം ദൈവം ശില്പിയായി നിർമ്മിച്ചിരിക്കുന്നതായ ആ പട്ടണമാണ്. ആ പട്ടണത്തെ നമുക്ക് ലക്ഷ്യമാക്കി യാത്ര തുടരാം. അബ്രഹാം ധനവാനായിരുന്നിട്ടും ധനത്തിന്മേൽ അവൻ ആശ വെച്ചില്ല. സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി ആ സ്വർഗത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. അവന്റെ മക്കളായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇതിനെക്കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ആഗ്രഹം ഉണ്ടാകും. എന്നാൽ എത്രത്തോളം നിങ്ങൾ ഭൗതിക വിഷയങ്ങളിൽ ആശ വെച്ച് ഇരിക്കും? ഫിലിപ്പോസ് പോയി ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് സുവിശേഷം പ്രസംഗിക്കുവാൻ ഇടയായി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, എല്ലാ നാമത്തെക്കാളും മേലായ നാമം യേശുക്രിസ്തുവിന്റെ നാമം. ആകാശത്തിന് കീഴെ ഭൂമിയുടെ മധ്യയിൽ മറ്റൊരു നാമം ഇല്ല. എല്ലാ മുഴങ്കാലും അവന്റെ മുൻപിൽ മടങ്ങും, എല്ലാ നാവും കർത്താവെന്ന് ഏറ്റുപറയും. യേശുക്രിസ്തുവിന്റെ നാമത്തെ എത്രമാത്രം നാം പറയുന്നുണ്ട്, അവന്റെ ശക്തിയെ എത്രമാത്രം നാം പ്രാപിക്കുന്നുണ്ട്, അവന്റെ നാമത്തിന്റെ പ്രത്യേകത നാം എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്. അവൻ എല്ലാവരെ പോലെയുമുള്ള വ്യക്തിയല്ല, അവൻ മരിച്ചവനല്ല, അവൻ ജീവിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവനെ എന്തിനു നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതായ ക്രിസ്തു. വേഗത്തിൽ വരുവാൻ പോകുന്ന ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാത്ത ഉപദേശങ്ങളിൽ എന്താണ് വിഷയം ഉള്ളത്? ഫിലിപ്പോസ് ചെന്നിട്ട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാനിടയായി. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതലുണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഭൂതത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും. യേശുവിന്റെ നാമത്തിൽ എല്ലാ ശാപവും അഴിഞ്ഞു പോകുന്നു, എല്ലാ ദോഷവും വിട്ടുമാറുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതൽ ഉണ്ട്, വിജയം ഉണ്ട്. ഈ വചനങ്ങൾ അവരോട് പറയാതെ ഞങ്ങളുടെ ചർച്ചിലേക്ക് വരിക, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഞാൻ ആരാകുന്നു? ഞാൻ ആരാണ്? പറയുന്നവരെങ്ങനെയാണ്? ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അസുഖം കുറഞ്ഞു. ദൈവദാസനാണോ നിങ്ങളുടെ ദൈവം? ദൈവദാസന്റെ നാമത്തിലാണോ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചത്? എന്താണ്, സൗഖ്യം പ്രാപിച്ച ആളുകൾ പോലും നിങ്ങൾ ആരുടെ നാമത്തിലാണ് സൗഖ്യം പ്രാപിച്ചത് എന്ന് ഇടയ്ക്ക് ദൈവദാസൻ ചോദിക്കാറുണ്ട്. അപ്പോൾ പറയും, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സൗഖ്യം പ്രാപിച്ചത് എന്ന് അപ്പോൾ പറയും. അത് വെറുതെ പിന്നെ ജൽപ്പനം പോലെ പറയിക്കുന്നതാണ്. ഇതെന്തുകൊണ്ടാണ് ആദ്യം പറയാത്തത്? ആദ്യം എന്തുകൊണ്ട് പറയുന്നില്ല? ദയവ് ചെയ്ത് ദൈവദാസന്മാരിൽ ആശ്രയം വയ്ക്കരുത്. ദൈവദാസന്മാരിൽ ആശ്രയം വയ്ക്കരുത്. ദൈവദാസൻ പറയുന്നത് കേൾക്കുക, ദൈവദാസൻ പറയുന്ന വചനങ്ങൾ അനുസരിക്കുക. അവർ പറയുന്നത് കേൾക്കുക, പറയുന്നത് പോലെ ചെയ്യുക. അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. പരീശന്മാർ പറയുന്നുവെങ്കിലും പറയുന്നത് പോലെ അവർ ചെയ്യുകയില്ല. ദൈവദാസൻ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ടോ എന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമല്ല, അവരുടെ കാര്യം ദൈവം നോക്കും. ദൈവവും അവരുമായിട്ടാണ് ഇടപാടുകൾ നടത്തുന്നത്. അതുകൊണ്ട് ദൈവദാസന്മാരുടെ കാര്യത്തിൽ നാം ഇടപെടേണ്ട. നീ അഭിഷേകം ചെയ്ത വ്യക്തിയായതുകൊണ്ട് ഞാൻ തൊടില്ല. എന്താണ്, തെറ്റ് ചെയ്തെങ്കിൽ ദൈവദാസനെ ദൈവം തന്നെ ക്രമപ്പെടുത്തിയെടുക്കും. എന്നാൽ നാം അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോകണ്ട. നമുക്ക് ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധിക്കാം, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ചെയ്യാം. ഫിലിപ്പോസ് സത്യ സുവിശേഷത്തെ പ്രസംഗിച്ച സമയത്ത് ദേശം മുഴുവൻ മാറിപ്പോകാനിടയായി. മന്ത്രവാദിയുടെ പണിയൊക്കെ അവിടെ തീർന്നു. എല്ലാവരും ഫിലിപ്പോസിന്റെ അടുക്കലേക്ക് വന്നു. എന്താണ്, മന്ത്രവാദിക്കൊന്നും തന്നെ മനസ്സിലായില്ല. അവരും വരുവാനിടയായി.
എനിക്കും സ്നാനം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ കൂടെ കൂടുവാൻ ഇടയായി. എന്താണ്? ഇവരുടെ കൂടെ കൂടിയിട്ട് പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ പത്രോസിന്റെ അടുക്കിലേക്ക് ശിമോൻ ചെന്നിട്ട്, എനിക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടവനെ പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചോ? അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ അത് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയാമായിരുന്നു. എന്താണ് അവൻ ചെയ്തത്? പണക്കിഴി മുൻപിൽ വെച്ചിട്ട് പണക്കിഴിയുമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം പണക്കിഴി കൊടുത്തിട്ട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രോഗ്രാം സ്പോൺസർ ചെയ്ത അനുഗ്രഹം കിട്ടുമെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയുള്ള ആഗ്രഹത്താൽ ഒരിക്കലും സ്പോൺസർ ചെയ്യരുത്. ദൈവം നിന്നെ അനുഗ്രഹിക്കാനിടയാകും, അത് വേറെ വിഷയമാണ്. എന്നാൽ പണം കൊടുത്ത് അനുഗ്രഹം വാങ്ങാൻ കഴിയുമെങ്കിൽ ധനവാന്മാരെല്ലാം സ്വർഗത്തിലും നാം പാതാളത്തിലും ആയിരിക്കും കിടക്കുന്നത്. എന്താണ്? ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല. പണം കൊടുത്ത് ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ തുടങ്ങുകയാണോ? പത്രോസ് ചോദിക്കുകയാണ്, ദ്രവ്യം കൊടുത്ത് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങുന്നുവോ? നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധി നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് ഒരു പങ്കും ഓഹരിയുമില്ല. ഇങ്ങനെ ഉപദേശിക്കുന്ന സുവിശേഷകന്മാർ ഉണ്ടെങ്കിൽ മനുഷ്യർക്ക് മാനസാന്തരം ഉണ്ടാകും. എന്താണ്? നെല്ലൂരിൽ എൻ്റെ പിതാവ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയും ദൈവവേല ചെയ്യുകയുമായിരുന്നു. ജനങ്ങളൊക്കെ തറയിലായിരുന്നു ഇരിക്കുന്നത്. അന്ന് ആരോ ഒരാൾ അവിടെ കാണുവാൻ വേണ്ടി വന്നു. ഒരു പണക്കാരൻ എല്ലാവരുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്നിട്ട്, നോക്കൂ ശിവപ്രകാശേ, ഇതാ ഈ 2000 രൂപ വാങ്ങിച്ചിട്ട് വാങ്ങിക്കൂ എന്ന് പറഞ്ഞു. എന്താണ്? ആളുകൾ തറയിലാണ് ഇരിക്കുന്നത്, 2000 രൂപ വാങ്ങിച്ചിട്ട് വാങ്ങിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ദേവദാസൻ പറഞ്ഞു, നിങ്ങളവിടെ ഇരിക്കുക, നിങ്ങൾക്കേ മാനസാന്തരം വന്നിട്ടില്ല. നിങ്ങളുടെ പണം വാങ്ങിച്ചിട്ട് വാങ്ങിച്ചാൽ അതിലിരിക്കുന്ന ഇവരങ്ങനെ മാനസാന്തരപ്പെടും. മാനസാന്തരപ്പെടാതെ നീ കൊടുക്കുന്നതൊന്നും ദൈവത്തിന് ഹിതം ആവുകയില്ല. നിന്റെ കയ്യിൽ കുഷ്ഠരോഗം വെച്ചിട്ട് നീ ഒരു നല്ല ലഡു വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും കൊടുത്താൽ അവർ വാങ്ങിച്ചു കഴിക്കുമോ? മുഷിഞ്ഞ കൈയുമായി തരുന്ന ഒരു ലഡു നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമോ? ദൈവം നോക്കുന്നത് ശുദ്ധമായ ഹൃദയമാണ്, നുറുങ്ങുന്ന ഹൃദയമാണ്. ഈ കാലത്ത് പണം കൊടുത്ത് ദൈവത്തെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഫിലിപ്പോസ് ആ പട്ടണത്തിൽ വലിയ ഉണർവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ദൈവം പറഞ്ഞു, ഫിലിപ്പോസേ, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്നു ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ എന്തിനു പോകണമെന്ന് അവൻ അറിയില്ല. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പുറമേയുള്ള ഭക്തിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്താണ് വായിക്കുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് പ്രാർത്ഥിക്കുന്നത്, അതനുസരിച്ച് നിന്റെ കാലടികളെ പിന്തുടർന്ന് ജീവിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. കർത്താവ് യേശുവിന്റെ നാമത്തിലുള്ള ശക്തിയെക്കുറിച്ച് ഈ ദിവസം ഞങ്ങൾ വളരെ വ്യക്തമായി ഗ്രഹിച്ച് അത് അനുഭവിക്കുവാൻ സഹായിക്കണമേ. എന്റെ നാമത്തിൽ ദൈവിക വിടുതലുണ്ടെന്നതിന്റെ വചനത്താൽ ഓരോ തവണയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ഓരോ തവണയും ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഓരോ സമയത്തും ഞങ്ങൾക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ, ഓരോ സമയത്തും ഞങ്ങൾക്ക് പ്രതികൂലം ഉണ്ടാകുമ്പോൾ, ഞങ്ങൾ മുഴങ്കാൽ മടക്കി നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള ശക്തി നിന്റെ മക്കൾക്കെല്ലാം നൽകണമെന്ന്, ഞങ്ങളെ എല്ലാവരെയും നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോട് കൂട്ടായ്മ ആചരിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ശക്തമായ ഒരു ആത്മീയത ഞങ്ങൾക്ക് നൽകണമേ. മൂഢഭക്തിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. ആചാരത്തിന് വേണ്ടിയുള്ള ഭക്തിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന ഭക്തി ഞങ്ങൾക്കെല്ലാം നൽകണമേ. വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഹൃദയ വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിൽ കൂടി അത്ഭുത കാര്യങ്ങൾ നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നീ നടത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ ചുറ്റുപാട് നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കുവാൻ ഞങ്ങളിലൂടെ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.